ഇസ്ലാമിന്റെ വിജ്ഞാനം എന്ന് പറയുമ്പോൾ അത് സമഗ്രമാണ്. ഏതെങ്കിലും ഒരു ചെറിയ സംഗതിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയല്ല. ഇപ്പൊ ആ സമഗ്രമായ വിജ്ഞാനം നേടാത്തത് കൊണ്ടാണ് പല ആളുകളും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു കോണ്ടെക്സ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് കണ്ടില്ലേ ഇസ്ലാം സ്ത്രീവിരുദ്ധമാണ്, ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു യുക്തിവാദി വല്ലാതെ പ്രസംഗിക്കുന്നത് കേട്ടു. ഖുർആനിൽ ഒരായത്തില്ലേ സ്ത്രീകൾ പുരുഷന്റെ കൃഷിയിടമാണെന്നില്ലേ? എത്രയോ കൊല്ലായിട്ട് യുക്തിവാദികൾ ഇത് പറയുന്നുണ്ട്. മുസ്ലിം പണ്ഡിതരത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ മനോഹരമായ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളിൽ നിന്നുള്ള ഒരൊറ്റ വിജ്ഞാനത്തിന്റെ ഒരു പുൽനാമ്പ് മതി ആ വിശദീകരണം ഹൃദ്യമായി തീരാൻ. അല്ലാതെ കേവല അർത്ഥങ്ങളിൽ നമ്മൾ അത് എത്ര തവണ വിശദീകരിച്ചു കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റൂലല്ലോ. നിസാഉക്കും ഹറസുല്ലക്കും, എത്ര മനോഹരമാണ് ആയത്ത്. സ്ത്രീകൾ നിങ്ങൾക്ക് കൃഷിയിടമാണ്. ആ ആയത്തിൽ എന്താ കുഴപ്പം? ഒരു കൃഷിക്കാരന് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാ? അവന്റെ കൃഷിയിടമാണ്. കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇല്ലേ? അവൻ അത്രമേൽ പ്രണയമാണ് ആ കൃഷിയിടത്തോട്. ആ കൃഷിയിടത്തെ സമീപിക്കുന്നത്, ആ കൃഷിയിടത്തെ ചേർത്ത് പിടിക്കുന്നത്, അതിൽ അവൻ വിത്ത് നടന്നത്, കിളയ്ക്കുന്നത് അത്രമേൽ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടാണ്. അത്രമേൽ പരിഗണനയോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ട കൃഷിയിടമാണ് നിന്റെ പ്രിയപ്പെട്ടവൾ. അങ്ങനെ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആനെ. അതാണ് കേവലം പരിഭാഷകളിൽ കെട്ടിയിടപ്പെടേണ്ട ഒരു ഗ്രന്ഥമല്ല, ഇത് അള്ളാഹുവിന്റെ കലാമാണ്. മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പടച്ചോൻ ഖുർആനില് ഫിർഔനിന്റെ ജഡത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഫിർഔനെ ഖിയാമത്ത് നാൾ വരെ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി നിലനിർത്തും. 1900 തുടക്കങ്ങളിലാണ് ഫിർഔനിന്റെ ജഡം കടലിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഇത്രത്തോളം നൂറുകണക്കിന് വർഷങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് പല മനുഷ്യന്മാർക്കും സംഗതി പിടികിട്ടുമായിരുന്നോ? ഇല്ല. അവര് ഫിർഔന്റെ ജഡം കണ്ടിട്ടില്ലല്ലോ. ഫിർഔന്റെ ജഡം മുമ്പിൽ കാണുമ്പോഴാണ് പടച്ചോനെ ഈ ആയത്തിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നതല്ല, തിരിച്ചറിയാം. അപ്പൊ കേവലം ചില കോണ്ടെക്സ്റ്റുകൾ എടുത്തു വെച്ചിട്ട് പരിഭാഷകൾ കൊണ്ട് അളക്കേണ്ട സംഗതിയല്ല അള്ളാന്റെ ഖുർആൻ. അത് മഅരിഫത്തിന്റെ ഇൽമുള്ളവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേ അത് കണ്ടിട്ടുണ്ട്. നമുക്കത് അന്ന് കാണാൻ കഴിഞ്ഞില്ല. മുമ്പിൽ വന്നപ്പോൾ നമ്മൾ കാണുകയാണ്, വിശ്വസിക്കാൻ. ഇങ്ങനെ ഖുർആനിനെ സമീപിക്കാൻ കഴിയണം. നിസാഉക്കും ഹറസുല്ലക്കും, സ്ത്രീകൾ നിങ്ങൾക്ക് കൃഷിയിടമാണ്. സ്നേഹിക്കുന്ന കൃഷിക്കാരന്, ആ കൃഷിയിടത്തെ സ്നേഹിക്കുന്ന കൃഷിക്കാരന് അത്രമേൽ ചേർത്ത് പിടിക്കപ്പെടേണ്ട കൃഷിയിടം തന്നെയാണ് സ്ത്രീ. അതിൽ മനസ്സിലാക്കേണ്ട ചില വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയൊരു സമയമല്ല. എന്നാൽ തന്നെയും ജൂതന്മാർ വളരെ മോശം ലൈംഗികതയുടെ ആളുകളായിരുന്നു. അക്കാലഘട്ടത്തിൽ സ്ത്രീകളെ സമീപിച്ചിരുന്നത് അത്രമേൽ മോശമായ രീതിയിലായിരുന്നു. അവിടെ പടച്ചവൻ അതിനെ നിഷേധിച്ചുകൊണ്ട്, അതിനെ നിരാകരിച്ചുകൊണ്ട് പറയാം, അങ്ങനെ ചെയ്യരുത്, അവർ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്. ഒരു കൃഷിക്കാരൻ കൃഷിയിടത്തോട് കാണിക്കുന്ന സ്നേഹം. ചില ഘട്ടങ്ങളിലൊക്കെ അവിടെ ഒന്ന് ഒരു പണിക്കാരൻ ചില കൃഷിക്കാരെ കുറിച്ച് പറയാറുണ്ട്, മുറുക്കിങ്ങനെ കൊത്തുന്ന സമയത്ത് പറയും, എടാ അങ്ങനെ കൊത്തല്ലടാ, ഭൂമിക്ക് വേദന എടുക്കും, അങ്ങനെ ചെയ്യല്ലേ, അത്രമേൽ പ്രിയപ്പെട്ട സ്ഥലമാണത്. അത്രമേൽ സ്നേഹത്തോടെ നിന്റെ പ്രിയപ്പെട്ട കൃഷിസ്ഥലമായി പരിഗണിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കണം എന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ ഖുർആൻ. എന്തേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാതെ പോയി? അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ് വേണം. കേവലം പരിഭാഷയുടെ ഇൽമാകരുത്. അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് അള്ളാഹു തിരിച്ചറിവ് തരും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഇസ്ലാം സമഗ്രമാണ്. ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വരല്ലേ. ഇസ്ലാമിനെ നിങ്ങൾ പഠിക്കണമെന്ന് കൃത്യമായി നമ്മെ ഉണർത്തുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, ലൈംഗികതയുമായി ബന്ധപ്പെട്ടതാകട്ടെ, യുദ്ധവുമായി ബന്ധപ്പെട്ടതാകട്ടെ, അള്ളാഹുവിന് സത്യം പറഞ്ഞു തരുന്നതിൽ നാണിക്കേണ്ട കാര്യമില്ല എന്ന് ഖുർആൻ പറയാണ്. പറയേണ്ട ഘട്ടത്തിൽ, പറയേണ്ട ഇടങ്ങളിൽ പറയേണ്ടതുപോലെ കൃത്യമായ രീതിയിൽ അള്ളാഹു വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത് ഉൾക്കൊള്ളണമെങ്കിൽ പടച്ചോനിൽ നിന്നുള്ള ഹിക്മത്ത് നിങ്ങൾക്ക് കിട്ടിയാൽ ബാക്കിയുള്ള വഴികളൊക്കെ പടച്ചോനെന്ന് തുറന്നു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. മതം പഠിക്കാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മദ്രസയിൽ പോയിരുന്ന് കുറച്ചു നേരം എന്തെങ്കിലും പഠിക്കാന്നല്ല അതിന്റെ അർത്ഥം. ഞാൻ ഈ അടുത്ത് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് അദ്ദേഹത്തിന്റെ ഒരു സ്മരണികയിൽ ഒരു ലേഖനം ഇങ്ങനെ വായിക്കാനിടയായി. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയത്ത് ചന്ദ്രികയിലെ എഡിറ്ററായിരുന്ന അസീസ് സാഹിബ് രേഖപ്പെടുത്തിയൊരു വിഷയം. ചില ഘട്ടങ്ങളിലൊക്കെ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ PWD എഞ്ചിനീയർമാർ വരെ സംശയം ചോദിക്കാൻ എത്തുമായിരുന്നു. ചില പ്ലാനുകൾ കൊണ്ടുവന്നിട്ട് ഇതിൽ തിരുത്തൽ വേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു എന്നാണ്.
അങ്ങനെയാണ് ഇൽമ് എന്ന് പറയുന്നത്. കേവലം കുറച്ച് കിതാബിയായ എന്തൊക്കെയോ ആത്മീയം ഭൗതികം എന്ന് പേരിട്ടിട്ട് ചില സംഗതികളിലേക്ക് ചുരുക്കുന്നതല്ല അള്ളാന്റെ ഇൽമ്. അത് സമഗ്രമാണ്. സൂറത്തുൻ നിസാ പഠിച്ചാൽ യഥാർത്ഥ ബോധ്യത്തിൽ പഠിക്കുന്ന ഒരു മനുഷ്യൻ ഗണിതശാസ്ത്രം പഠിക്കേണ്ടി വരും, അനന്തരാവകാശം പഠിക്കേണ്ടി വരും, ഇൻഹെറിറ്റൻസ് ലോ പഠിക്കേണ്ടി വരും, ആൽഗബ്ര പഠിക്കേണ്ടി വരും, കെമിസ്ട്രി പഠിക്കേണ്ടി വരും. ആ ബോധ്യത്തിൽ നിങ്ങൾ ഖുർആനിനെ ഒന്ന് സമീപിച്ചു നോക്കൂ. നിങ്ങളാകും ഇൽമിന്റെ അപ്പോസ്തലന്മാർ. പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പറയാ, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി വിജ്ഞാനം നേടാൻ ശ്രമിച്ചാൽ കടലിന്റെ ആഴങ്ങളിലുള്ള മത്സ്യങ്ങളുണ്ടല്ലോ, അവകൾ പോലും നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾ അള്ളാഹനെ തേടിയിറങ്ങുമ്പോ ഓരോ മണൽത്തരി പോലും നിങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് തൗബ ചോദിക്കാനുണ്ടാവും. നിങ്ങൾ തൗബ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി തൗബ ചെയ്യാൻ അള്ളാഹുവിന്റെ അചേതന വസ്തുക്കളായ സൃഷ്ടികൾ പോലും നിങ്ങൾക്കുണ്ടാകുമെന്ന് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി. അതിലപ്പുറം എന്താ വേണ്ടത്? നമ്മൾ ഇങ്ങോട്ട് പടച്ചു വിട്ടത് എന്തിനാ? അള്ളാഹനെ അറിയാൻ. കെമിസ്ട്രി പഠിക്കുന്നതും ബയോളജി പഠിക്കുന്നതും ഫിസിക്സ് പഠിക്കുന്നതും സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്നതും വാട്ടെവർ എന്തെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹനെ അറിയാൻ വേണ്ടിയാകണം. അത്രയേ ഉള്ളൂ ഇസ്ലാമിന്. ഇതൊന്നും പഠിക്കണ്ടെന്നല്ല, ഇതൊക്കെ പഠിക്കണം. ചില ആയത്തുകൾ പോലും ചിന്തിക്കണമെന്നാണ്. അത് ചിന്തിച്ചാൽ നിങ്ങൾ ശാസ്ത്രീയമായി വളരേണ്ടി വരും. ആ ശാസ്ത്രീയമായ വളർച്ചയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നിങ്ങൾ എത്തുമ്പോ നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകും, പടച്ചോനെ ഇതൊക്കെ നീ വെറുതെ പടച്ചതല്ലല്ലോ എന്ന് പറഞ്ഞു പോകും. അങ്ങനെ പറയണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനും സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ അങ്ങനെ പഠിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പഠനം പ്രധാനമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മതപഠനം, ഭൗതിക പഠനം എന്നൊക്കെ. അങ്ങനെ ഒരു ഭൗതിക പഠനം എന്ന ഒരു കോണ്ടെക്സ്റ്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. നമുക്ക് ആധുനിക പഠനം എന്നൊക്കെ, ആധുനികമായ ചില സംഗതികളുടെ പഠനം എന്നൊക്കെ പറയാം. പക്ഷെ മതം എന്ന് പറയുന്നത് കുറച്ചു നാളത്തെ ആ ഒരു മദ്രസയിൽ ഒതുങ്ങിക്കൂടുന്ന സംഗതിയല്ലേ അല്ല. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സയൻസ് പഠിക്കണം, എല്ലാ മേഖലകളും നിങ്ങൾ കൈയടക്കണം, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ തിരിച്ചറിയണം. ബുദ്ധിയുള്ള മനുഷ്യൻ. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ചിന്തിക്കൂ ചിന്തിക്കൂ എന്ന് പറയുന്നത്. വെറുതെ ചിന്തിച്ച് വീട്ടിൽ ഇങ്ങനെ ഇരിക്കാനല്ല. നിങ്ങൾ ചിന്തിക്കുവീൻ, അപ്പോഴേ നിങ്ങൾ കണ്ടെത്തുകയുള്ളൂ. ഒരാൾ റൂമിന്റെ അകത്ത് അടച്ചിരുന്നിട്ട് എവിടെയാണ് ഈ ലോകത്തിന്റെ ഭംഗിയൊക്കെ ഞാൻ ഇങ്ങനെ റൂമിന്റെ അകത്തിരുന്ന് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവന് ആസ്വാദനം ഉണ്ടാവില്ല. അവന് പുറത്തേക്ക് ഇറങ്ങണം, യാത്ര ചെയ്യണം, ലോകം കാണണം. അപ്പോഴാണ് ലോകത്തിന്റെ ഭംഗി അവന്റെ മുമ്പിലേക്ക് എത്തൂ. ഞാൻ എന്റെ പടച്ചോൻ അറിയട്ടെ എന്നും പറഞ്ഞ് നീ അടച്ചുപൂട്ടിയിരിക്കാനല്ല, നീ ഇറങ്ങണം. അള്ളാനെ അറിയാൻ നീ അന്വേഷിച്ചിറങ്ങണം. അള്ളാനെ അറിഞ്ഞവരിലേക്ക് നീ എത്തണം. അപ്പോ നിനക്ക് അവർ അള്ളാനെ കാണിച്ചു തരും. ഖൽബിന്റെ കണ്ണുകൊണ്ട് അള്ളാനെ അറിഞ്ഞവരിലേക്ക് എത്താൻ കഴിയണം. അങ്ങനെ ഏത് കാര്യവും റബ്ബുൽ ആലമീനായ പടച്ചവന്റെ ഇൽമിന്റെ ഭാഗമാണ്. അതിലേക്ക് നിങ്ങൾ ബന്ധപ്പെടണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പൊ എത്തീസം വളരുന്നു എന്നാണ് അല്ലേ, യുക്തിവാദികൾ വളരുന്നു. എന്താ അതിന്റെ കാരണം? എന്താ കാരണം? നമ്മളിൽ പല ആളുകളുടെയും മക്കളുടെ ഉള്ളിന്റെ ഉള്ളിൽ യുക്തിവാദം ഇങ്ങനെ മുട്ടിട്ട് വളരുന്നുണ്ട്. അതിന്റെ കാരണം എന്താ? ഒരു പ്രധാന കാരണം റോൾ മോഡലുകൾ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. റോൾ മോഡൽസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്താതെ പോയി. എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു ആത്മദാഹമുണ്ട്, അവന്റെ ആത്മാവിന്റെ ദാഹം. ഈ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ ഓടി നടക്കാൻ. അവൻ ഓടി നടന്ന് ഒരു സ്ഥലത്തെത്തും, അവിടെ നിന്ന് കിട്ടുന്നില്ല. അടുത്ത സ്ഥലത്തെത്തും, അവിടെ നിന്ന് കിട്ടുന്നില്ല. ഇവനിങ്ങനെ കിട്ടാതെ ആത്മാവിന്റെ ദാഹവും കൊണ്ട് ഓടി 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 അവൻ എത്തിപ്പെടുന്നത് യുക്തിവാദത്തിലായിരിക്കും. എന്തേ? യഥാർത്ഥ ദീനിന്റെ ആളുകളായിട്ട് നിലനിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ റോൾ മോഡലുകളാകുന്നില്ല. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളിലേക്ക് എത്താനുള്ള മാർഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അടക്കപ്പെട്ടു പോയതുപോലെയാണ്. നമ്മൾ അവരിലേക്ക് ചെല്ലുന്നില്ല. ഞാൻ ഇന്നലെ ഒരു സംഗതി ഇങ്ങനെ വായിച്ചു. അപ്പോ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന മഹത്തുക്കളിൽ ഒരാളാണല്ലോ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. കുറെ വലിയക്കന്മാര് ആ മഹാനെ പേരും പറഞ്ഞ് ചീത്തയും വിളിച്ച് ഇങ്ങനെ നടപ്പുണ്ട്. അറിയില്ല അദ്ദേഹത്തെ. അദ്ദേഹം ഒരു സാത്വികനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരിക്കലിരുന്ന് കരയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കലുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അങ്ങെന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അപ്പൊ അദ്ദേഹം പറയാണ്, ആയിരക്കണക്കിന് ആളുകൾ ദിനേന എന്നെ കാണാൻ വരുന്നുണ്ട്, ഒരൊറ്റ കുഞ്ഞു പോലും ആഖിറത്തെ കുറിച്ച് പറയുന്നില്ലല്ലോ, എല്ലാവർക്കും ദുനിയാവ് മതിയല്ലോ എന്നാണ്. എല്ലാവർക്കും വേണ്ടത് ദുനിയാവാണല്ലോ, ഒരാൾ പോലും ആഖിറത്തിലെ കാര്യത്തെ കുറിച്ച് എന്നോട് ദ്വാരക്കം പറയണില്ലല്ലോ എന്നാണ്. ഇതൊരു സൂഫിയുടെ വേദനയാണ്. അവന്റെ മനസ്സിൽ ഈ വേദന ഉണ്ടാവും. കാരണം അവൻ തേടുന്നത് അള്ളാനെയല്ലേ. നമ്മൾ അള്ളാനെ വിട്ട് കേവലം ദുനിയാവിന്റെ പിന്നാലെ മാത്രം പോകുന്നത് കൊണ്ടാണ് എത്തീസ്റ്റുകൾ വളരാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുങ്ങിയത്. മറ്റൊന്ന്, എത്തീസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബ്ലണ്ടർ തന്നെയാണ്. യുക്തിവാദം എന്ന് പറയുന്നത്, മതനിരാസം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ബ്ലണ്ടർ തന്നെയാണ്. വളരെ വിശാലാർത്ഥത്തിൽ ചിന്തിച്ചിരുന്ന എത്തീസ്റ്റുകളായ പല നേതാക്കന്മാരായ ശാസ്ത്രകാരന്മാർ പോലും ദൈവനിഷേധത്തെ 100% അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്.
നമ്മൾ മുമ്പ് പരാമർശിച്ചൊരു പുസ്തകമുണ്ട്, ഞാൻ ഇടയ്ക്കിടെ വായിക്കുന്ന ഒരു പുസ്തകമാണ്, ജോൺ ഹോഗന്റെ ദ എൻഡ് ഓഫ് സയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. കാരണം അത് 2-3 തവണ വായിക്കുമ്പോൾ കുറെ സാധനങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ദ എൻഡ് ഓഫ് സയൻസ്, സയൻസിന്റെ അവസാനം എന്നാ സയൻസ് അവസാനിക്കണം എന്നാണോ? അല്ല, എല്ലാത്തിന്റെയും അവസാനം ശാസ്ത്രം മാത്രമാണെന്ന് പറയുന്ന ഒരു മൗഢ്യത്തെ തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകം കൂടെയാണ് ദി എൻഡ് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. ലോക യുക്തിവാദത്തിന്റെ തലതൊട്ടപ്പന്മാരായ പല ആളുകളും ഡോക്ടർ റിച്ചാർഡ് ഹോക്കിൻസിനോട് ചില കുട്ടികൾ വന്നൊരു സംശയം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സംശയത്തിന് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പൊ ജോൺ ഹോഗൻ പിന്നീട് റോജർ പെൻറോസിനോട് ചോദിക്കുന്നുണ്ട്, അല്ല റിച്ചാർഡ് ഹോക്കിൻസിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങേക്ക് ഉത്തരം പറയാൻ പറ്റാതെ പോയത്? അവർ ചോദിച്ചത് ഡാർവിന്റെ സിദ്ധാന്തത്തെ കുറിച്ചല്ലേ. അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് നന്നായി പഠിച്ച ആളുമാണ്. പക്ഷേ കുട്ടികളുടെ ചോദ്യത്തിന് മുമ്പിൽ അങ്ങേക്ക് എന്താണ് ഉത്തരം പറയാൻ പറ്റാതെ പോയത്? അദ്ദേഹം പറയുന്നത്, ഇറ്റ് മേ ബി ഐ ഡോണ്ട് ഗെറ്റ് എ പോയിന്റ് അക്രോസ് വിത്ത് സിഗ്നിഫിക്കന്റ് ക്ലാരിറ്റി. സിഗ്നിഫിക്കന്റ് ആയ ക്ലാരിറ്റിയോടെ ആ വിഷയം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പോയിന്റ്സുകൾ എനിക്ക് കിട്ടാതെ പോയി എന്നാണ്, എനിക്ക് ലഭ്യമായില്ല എന്നാണ് ശാസ്ത്രലോകത്തിന്റെ തലതൊട്ടപ്പന്മാർ വരെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതിനു പോലും പറ്റാത്ത ആളുകള് ഏതെങ്കിലുമൊക്കെ ഒരു ശാസ്ത്രീയ വിഷയത്തിന്റെ ചില കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വരിക എന്ന് പറയുന്നത് എത്രമേൽ മൗഢ്യമാണ്. സ്റ്റീഫൻ ഹോക്കിൻസിനോടൊപ്പം നൊബേൽ സമ്മാനം കരഗതമാക്കിയ ഒരു മനുഷ്യനാണ് ഡോക്ടർ റോജർ പെൻറോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്, ഐ എം നോട്ട് എ ബിലീവർ മൈസെൽഫ്. ഞാനൊരു വിശ്വാസിയല്ല എന്നാണ്, 100% ഞാനൊരു വിശ്വാസിയല്ല. അങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ, അന്നത്തെ കാലഘട്ടത്തിൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ചില മതങ്ങൾ ഉണ്ടായിരുന്നു. അവരെപ്പോഴും ശാസ്ത്രീയതയെ നിരാകരിച്ച മതങ്ങളായിരുന്നു. നിങ്ങൾ ശാസ്ത്രീയമായി പഠിക്കരുത്, ശാസ്ത്രീയമായി ഉയരരുത് എന്ന് പറയുന്ന മതങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ആത്മദാഹവും കൊണ്ട് ഓടാൻ തുടങ്ങിയപ്പോ അതിനെ ശമിപ്പിക്കാൻ പറ്റുന്ന ഒരു മതവും അവരുടെ മുമ്പിൽ അവർ പ്രത്യക്ഷത്തിൽ കണ്ടില്ല. അങ്ങനെ കാണാതെ വന്നപ്പോ അവരെത്തിപ്പെട്ടതാണ് യുക്തിവാദത്തിലേക്ക്. പക്ഷേ മതനിരാസം 100% ഉണ്ട് എന്ന് പറയാൻ അവരെ കൊണ്ട് പറ്റണില്ല. അത് അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, I would say that the universe has a purpose. ഈ പ്രപഞ്ചത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. 1500 കൊല്ലം മുമ്പ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി നമ്മെ പഠിപ്പിച്ചു തരാൻ. നിങ്ങൾ പിന്നാലെ നടന്ന് അന്വേഷിക്കണം, നിങ്ങൾ സയൻസ് പഠിക്കണം, നിങ്ങളെല്ലാം പഠിക്കണം, എല്ലാ വിജ്ഞാനവും നേടിയിട്ട് ഈ പ്രാപഞ്ചിക രഹസ്യങ്ങൾക്ക് മുമ്പിലേക്ക് നിങ്ങൾ മുന്നിട്ട് നിന്നിട്ട് നിങ്ങൾ പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ. പടച്ചോനെ, ഈ പ്രപഞ്ചമെല്ലാം നീ വെറുതെ ഉണ്ടാക്കിയതല്ലല്ലോ അല്ലാഹ്. ഡോക്ടർ റോജർ പെൻറോസ് പറയാണ്, I would say that the universe has a purpose. ഈ പ്രപഞ്ചത്തിന് ഒരു ലക്ഷ്യമുണ്ട്. നമ്മളും പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ. പടച്ചോനെ, നീ ഇതൊന്നും വെറുതെ പടച്ചതല്ലല്ലോ അല്ലാഹ്. ചിന്തിക്കുവാൻ നമ്മോട് വീണ്ടും വീണ്ടും പറയുന്ന റബ്ബുൽ ആലമീൻ എത്രമേൽ അത്ഭുതകരമാണ്. വീണ്ടും ആ പുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കാണാമല്ലോ, നമ്മൾ പലപ്പോഴും പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട്, our present understanding of the reality is incomplete, logically flawed, will mysterious. നമ്മൾ മനസ്സിലാക്കിയതൊക്കെ അപൂർണമാണ്, യുക്തിഭദ്രം എന്ന് പറയാൻ പറ്റൂല. ശാസ്ത്രം കൊണ്ട് നമ്മൾ അളന്നെടുത്തത് പലതും അപൂർണമാണ്, യുക്തിഭദ്രമല്ല എന്നാണ് ശാസ്ത്രീയതയുടെ തലതൊട്ടപ്പന്മാര് ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോ കേവലം BSc എടുത്തുകൊണ്ട് വന്നിട്ട് ഓൻ പറയാ ഞാൻ വലിയ സയൻസിന്റെ ആളാണ്. ഏതെങ്കിലുമൊക്കെ ഒരു അപ്പക്കഷ്ണം കിട്ടുമ്പോഴേക്ക് അത് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വരുന്ന യുക്തിവാദികൾ യുക്തിരാഹിത്യത്തിന്റെ അപ്പോസ്തലന്മാരാണ്. അവർക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ എന്തർഹതയുള്ളത്? അള്ളാഹു നമുക്കും ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ഖുർആനെ കൃത്യമായി കാണേണ്ടിടങ്ങളിൽ ചെന്ന് കാണണം, ഖുർആനിനെ മനസ്സിലാക്കേണ്ടിടത്ത് നിന്ന് മനസ്സിലാക്കണം. സ്ത്രീയുടെ വിഷയത്തിലാകട്ടെ, ഇപ്പൊ മറ്റൊരു വിഷയം പറയുന്നുണ്ടല്ലോ, സത്യനിഷേധിയെ കണ്ടാൽ കൊന്നുകളയണം എന്നാണ്. സുബ്ഹാനല്ലാഹ്, അത് ഇസ്ലാമിനെ ശരിയായ അർത്ഥത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ്. 1500 കൊല്ലം മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഗുരുകുലത്തിലും പോയി അക്ഷരം പഠിക്കാത്ത മനുഷ്യനായിരുന്നു. ആ മഹാമനീഷി പറയാണ്, എനിക്ക് അള്ളാഹു എല്ലാ വിജ്ഞാനത്തിന്റെയും താക്കോലിങ്ങ് ഏൽപ്പിച്ചു, എല്ലാ വിജ്ഞാനത്തിന്റെയും കവാടങ്ങൾ എന്റെ മുമ്പിൽ അള്ളാഹു തുറന്നു തന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ആ മുത്തുനബി നമുക്ക് ഖുർആൻ ഓതി പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അവിശ്വാസികളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? അവിശ്വാസിയെ കണ്ടാൽ കൊല്ലണമെന്നാണ് ഖുർആനിന്റെ അധ്യാപനമെങ്കിൽ നമ്മുടെ കയ്യിൽ തോക്കും, നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാവൂലേ പുറത്തിറങ്ങി നടക്കുമ്പോ? അല്ലാഹ് പറയുന്നില്ലേ, ഇന്നല്ലാഹ ലാ യൻഹാകും അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും. നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത അവിശ്വാസികളായ മനുഷ്യരുണ്ടല്ലോ, നിങ്ങളെ കാണുമ്പോൾ കൊല്ലാൻ വരാത്ത മനുഷ്യരില്ലേ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവർ,
അങ്ങനെയുള്ള ആളുകളോട് പിന്നെ എന്ത് സമീപനം ഉണ്ടാണ്ട്? നമ്മുടെ വീട്ടിൽ നമ്മളെ പുറത്താക്കാൻ വരുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ ഓടിച്ചിട്ടടിക്കാൻ വരുമ്പോൾ, എന്നെ തല്ലിക്കോ, എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോ എന്ന് പറഞ്ഞ് നിൽക്കലാണോ മനുഷ്യന്മാർ ചെയ്യേണ്ടത്? അങ്ങനെയല്ലാത്ത എല്ലാ അവിശ്വാസികളോടും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? തുഖ്സിതൂഹും, നീതി കാണിക്കണം. മാത്രമല്ല വച്ചബറൂഹും, അവരോട് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങളെ വേദനിപ്പിക്കാത്ത, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത അവിശ്വാസികൾ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ അടിച്ചു പുറത്താക്കാൻ വരാത്തവർ, അവരോട് നിങ്ങൾ ഗുണം ചെയ്യണം, ചേർത്ത് പിടിക്കണം. അങ്ങനെയല്ലാത്തവരോടോ? അതൊരു മതരാജ്യത്തിന്റെ ക്രിമിനൽ പ്രൊസീജിയറാണ്. ഒരു മതരാഷ്ട്രത്തിലെ ക്രിമിനൽ പ്രൊസീജിയർ അതിനനുസൃതമായി നടക്കും. ഏത് രാജ്യത്തിനും ക്രിമിനൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതപ്രകാരം തന്നെ നടക്കില്ലേ? ആ രാജ്യത്തിന്റെ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ വരുന്നവരോട് ഭരണകൂടത്തിന് കൃത്യമായി നടപടിയെടുക്കേണ്ടി വരും. എന്നാൽ അങ്ങനെ നടപടിയെടുത്തപ്പോഴും അവിടെയും കാരുണ്യം കാണിച്ചിട്ടുണ്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു സ്വഹാബി ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. അടിച്ച് നിലംപരിശാക്കിട്ടാ കൊണ്ടുവരുന്നേ. അമീറുൽ മുഅ്മിനീൻ, ഇവന് ശിക്ഷ കൊടുക്കണം. നിങ്ങൾ നന്നായി കൈകാര്യം ചെയ്തിട്ട് ശിക്ഷ കൊടുക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ആ മനുഷ്യനെ വെറുതെ വിട്ടേക്കൂ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു സ്ത്രീ വരുന്നുണ്ട്, ഗർഭിണിയാണ്. നബിയെ, ഞാൻ വ്യഭിചരിച്ചിട്ട് ഗർഭിണിയായതാണ്, എന്നെ അടിക്കാനങ്ങ് ഉത്തരവിടണം. അതൊന്നും ഉണ്ടാവൂല, മോള് പോയിക്കോ. സയ്യിദുനാ റസൂലുള്ളാഹി കുഞ്ഞ് ജനിച്ചപ്പോ വീണ്ടും വന്നു, നബിയെ എന്നെ ശിക്ഷിക്കണം നബിയെ, അല്ലെങ്കിൽ അള്ളാഹ് എനിക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ടാണ്, എന്നെ ശിക്ഷിക്കണം നബിയെ. അന്ന് സാരമില്ല, മോള് പോയിക്കോ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, മോക്ക് തോന്നിയതായിരിക്കും. കുഞ്ഞിന്റെ കളിപ്രായത്തിയപ്പോ വീണ്ടും വന്നിട്ട് റസൂലുള്ളാഹിനോട് കരയണം, എന്നെ ശിക്ഷിക്കൂ നബിയെ, ശിക്ഷിക്കൂ നബിയെ. ആ ക്രിമിനൽ പ്രൊസീജിയർ എന്താണോ അത് നടക്കട്ടെ നബിയെ. അടിക്കാൻ ഉത്തരവിടുക. അടിക്കാൻ ഉത്തരവിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇങ്ങനെ കരയാ. ഒരു സഹാബി പറയുന്നുണ്ട്, അവക്ക് കിട്ടുന്നതാട്ടോ കിട്ടിയത്. അങ്ങനെ പറയരുത്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും തൗബ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട് ആ പെണ്ണ്, സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ വിജ്ഞാനം നേടേണ്ട ഇടങ്ങളിൽ നിന്ന് അന്തസ്സോടെ ഖുർആനിന്റെ ആധ്യാത്മിക വിജ്ഞാനം തന്നെ നേടണം. കേവലം ബാഹ്യമായ സംഗതികളിൽ നമ്മളിങ്ങനെ അക്ഷരക്കൂട്ടങ്ങളിൽ കെട്ടുവീണ് കടന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ഖുർആനിനെയും യഥാർത്ഥ റബ്ബിനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല.